ഹലോ, എല്ലാവർക്കും ഏതോ ജന്മകൽപ്പന പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവരും നമ്മുടെ ശ്രുതിയുടെയും അശ്വിന്റെയും വിശേഷം അറിയാൻ ഇങ്ങനെ കട്ട വെയിറ്റിംഗ് ആണല്ലോ. അപ്പൊ ഇന്ന് പതിവ് പോലെ നമ്മുടെ അശ്വിൻ നമ്മുടെ ആ ഒരു എന്താ പറയാ വിരുന്നിനെ നമ്മുടെ ശ്രുതിയുടെ വീട്ടിൽ കൊണ്ടുപോയി വിടുന്നുണ്ട് കേട്ടോ. അപ്പൊ ശ്രുതിയുടെ വീട്ടിലേക്ക് നമ്മുടെ അശ്വിൻ പോകുന്നില്ല കേട്ടോ. അപ്പൊ ശ്രുതി ഒറ്റയ്ക്കാണ് അങ്ങോട്ടേക്ക് പോകുന്നത്, കയറി ചെല്ലുന്നതും ഒക്കെ. അപ്പൊ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നമ്മുടെ ശ്രുതിയുടെ വീട്ടുകാർ ഇതുവരെ ഒരു കല്യാണം അംഗീകരിച്ചിട്ടോ നമ്മുടെ ശ്രുതി ഇപ്പൊ അവർക്ക് ഭയങ്കര ദേഷ്യമാണ്. അപ്പൊ നമ്മുടെ ശ്രുതിയുടെ അച്ഛനും അമ്മയും നമ്മുടെ അമ്മായിയും ഒക്കെ നിന്നോട് ആര് പറഞ്ഞു ഇങ്ങോട്ടേക്ക് വരാൻ, നീ എന്ത് ധൈര്യത്തിലാണ് ഇങ്ങോട്ട് വന്നത്, നിന്നെ ഞങ്ങൾ മനസ്സിൽ നിന്ന് പടിയിറക്കി കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതിയെ തിരിച്ച് ആട്ടി ഇറക്കി വിടുവാട്ടോ. സ്വന്തം വീട്ടിലാണ് വന്നിട്ടാണ് ഈ ഒരു അനുഭവം എന്ന് നമ്മളൊക്കെ ഓർക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ ശ്രുതി എന്താ പറയാ യാതൊരു പിടിച്ചു നിൽക്കാനാവാതെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാട്ടോ. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രീതി നമ്മുടെ അശ്വിനെ വിളിച്ച് പറയും, ഇവിടെ ഇങ്ങനെയൊക്കെയാണ് നടന്നത്, ശ്രുതി ഇവിടെ നിന്നും ഇറങ്ങി പോയിട്ടുണ്ട്, അശ്വിൻ എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രീതി അശ്വിനെ വിളിച്ച് പറയുന്നുണ്ട്. ശേഷം അശ്വിൻ ഈ ഒരു ഫോൺ എന്താ പറയാ നമ്മുടെ പ്രീതി വിളിച്ചു കഴിഞ്ഞ് ഇങ്ങനെ ഭയങ്കര അസ്വസ്ഥരായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ അഞ്ജലി വന്ന് ചോദിക്കുന്നുണ്ട്, എടാ കുഞ്ഞാ നിനക്ക് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ അശ്വിൻ പറയുന്നുണ്ട്, ഞാൻ ശ്രുതിയെ കൂട്ടിക്കൊണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഒറ്റ പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ ശ്രുതി ഒരു വഴിയരികിൽ ഇരിക്കുന്ന ഒരു ദൃശ്യമായിരിക്കട്ടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ശ്രുതിയുടെ അവസ്ഥ എന്തൊരവസ്ഥയാണല്ലേ. നമ്മുടെ അശ്വിൻ എന്ത് സംഭവിച്ചു എന്നും അറിയില്ല, നമ്മുടെ വീട്ടുകാരാണെങ്കിൽ ഇതറിഞ്ഞ് വെറുത്തിരിക്കുന്നു, ആരുമില്ല നമ്മുടെ ശ്രുതിക്ക് ഇപ്പോൾ അല്ലെ. എന്തായാലും നമ്മുടെ അശ്വിന് പെട്ടെന്ന് തന്നെ നമ്മുടെ ശ്രുതിയെ മനസ്സിലാക്കാൻ സാധിക്കട്ടെ. ഇനി എത്ര നാളായിരിക്കും ഇങ്ങനെ ഉടക്കും വഴക്കൊക്കെ ആയിട്ട് പോകാൻ പോകുന്നത്, ഒരു പിടിയില്ല കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കി കാണാം. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.